നമസ്കാരം. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മുഴുവനായിട്ട് വീഡിയോ കാണുക. കാരണം തെറ്റായ ഒരു പ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട്. പൂജയെപ്പറ്റി തെറ്റായ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അദ്ദേഹം പൂജയുമായി ബന്ധപ്പെട്ട ആളല്ല, പൂജ ചെയ്യുന്ന ആളല്ല, പാരമ്പര്യ പൂജ ചെയ്യുന്ന ആളല്ല. പക്ഷെ അത്തരത്തിലുള്ള അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ വാക്കുകൾ ശ്രദ്ധിച്ച് കൈകാര്യം. അദ്ദേഹം മാത്രമാണ് ഇത് പറയുന്നതെന്ന് അല്ലെങ്കിൽ അറിവുള്ളതെന്ന് വിചാരിക്കരുത്. ഒരുപാട് പേര് മറഞ്ഞിരിപ്പുണ്ട്. അപ്പോ ആ വാക്ക് പൂജ എന്നാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൂവ് ജപം ആണ് പൂജ എന്നാണ്. അദ്ദേഹം കണ്ടെത്തിയതായിരിക്കും അത് ജനങ്ങളെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഒരു പൂജ നടക്കുന്നതിന് പൂവും ജപവും മാത്രം മതിയോ? വെള്ളം വേണം, ധൂപം വേണം, ദീപം വേണം, ഗന്ധം വേണം, നിവേദ്യം വേണം, ദേവത വേണം. അപ്പൊ അതല്ല എൻ്റെ ഒരു അർത്ഥം എന്നുള്ളത്. അതിന് ശരിയായ ഒരു അർത്ഥം എന്ന് പറയുന്നത് പൂജ എന്ന് പറഞ്ഞാൽ പുണ്യത്തെ ജനിപ്പിക്കുക എന്നാണ്. പുണ്യത്തെ ജനിപ്പിക്കുക എന്നുള്ള പുണ്യത്തിന്റെ പൂയും ജനിപ്പിക്കുന്നതിന്റെ ജായും ചേരുന്നതാണ് പൂജ എന്നുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ആ ഒരു വ്യക്തിയോട് ഞാൻ പറയുന്നു, അദ്ദേഹം തെറ്റായിട്ട് പ്രചാരം നടത്താതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാക്കുകൂടി അദ്ദേഹം പറയണമായിരുന്നു. എന്താണ് പുല? അവിടെ പൂവ് ലയനം എന്ന് പറയുമോ? എന്ത് വിഡ്ഢിത്തരമാണല്ലേ! പൂവ് ലയനം, അതാണ് പുലയെന്നോ? പുലയെന്ന് പറഞ്ഞാൽ പുണ്യത്തിൽ ലയിപ്പിക്കുക എന്നാണ്. ഇനിയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇനിയെങ്കിലും അത്തരം തെറ്റുകൾ പ്രചരിപ്പിക്കാതിരിക്കുക. ഒരുപാട് തെറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ ധ്യാനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തെറ്റായിട്ട് പ്രചരിക്കുന്നുണ്ട്. ആ പ്രചാരണം ശരിയല്ല. ശരിയായ വാക്കുകൾ ജനങ്ങൾ ഉൾക്കൊള്ളുക എന്നാണ് ഞാൻ പറയുന്നത്. ആരെ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെ പേര് പറയാത്തത്. ശരി. അപ്പൊ പുണ്യത്തിൽ ലയിപ്പിക്കുക എന്ന പൂവും ലയിപ്പിക്കുക എന്ന ലയം ചേർന്ന പൂല. അതുപോലെയാണ് നമ്മുടെ ഹിന്ദു മത അടിസ്ഥാനത്തിൽ ആ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വാക്കുകളുടെയും സംസ്കൃത വാക്കിന്റെ ഷോർട്ട് വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വിഗ്രഹം. എന്താണ് വിഗ്രഹ? വിശേഷാൽ ഗ്രാഹ്യ വിഗ്രഹ. അത് വലിയൊരു വാക്കാണ്, ഞാൻ ചുരുക്കി പറഞ്ഞാണ്. വിശേഷാൽ ഗ്രാഹ്യ വിഗ്രഹ. ഈ വിശേഷാൽ ഗ്രാഹ്യ വിഗ്രഹയുടെ വിശേഷ എന്നുള്ള വിയും ഗ്രാഹ്യ എന്നുള്ള ഗ്രാ അതോടെ ചേരുമ്പോഴാണ് രണ്ട് കുത്തുവിടുക. രണ്ട് കുത്തുവിടുക. അപ്പൊ വിഗ്രഹ ഇതാണ്. അല്ലാതെ വിശേഷാൽ എന്നുള്ള വാക്കിനെ ഏതെങ്കിലും വിളിക്കുക, അതിന് ഗ്ര എന്ന് പറഞ്ഞ് ഗ്രഹിക്കുക എന്ന് സ്വയം കണ്ടുപിടിച്ച് പ്രചരിപ്പിക്കാതിരിക്കുക. ഇനിയെങ്കിലും ഞാനത് പറഞ്ഞെന്നുള്ളത് കളിയാക്കിയതല്ല. ശരി. നമ്മളെ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴാണ് ഇത് ആദ്യം പറയണമെന്ന് തോന്നിയത്. ക്ഷേത്രം യോഗികളാണ് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്രം യോഗികൾ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് ആർക്ക് വേണ്ടി? ജനങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? രാജാവ് മുതലാണ് ജനങ്ങൾ തുടങ്ങുന്നത്. അതായത് രാജാക്കന്മാർക്കും പടയാളികൾക്കും വേണ്ടിയിട്ടാണ് ക്ഷേത്രം സമർപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ശങ്കരാചാര്യരാണ് ആദ്യമായി ദേവി എന്ന തത്വത്തെ കൊണ്ടുവന്നത്. അതുപോലെ ആദ്യമായി കേരളത്തിലെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വെട്ടിക്കോട്ട് നാഗരാജാവ് ക്ഷേത്രമാണ്. അത് നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് വേണ്ടിയിട്ട് അവർക്ക് തപം ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു നാഗത്തിന്റെ ശല്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മണ്ണുകൊണ്ട് നാഗവിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുവാൻ വേണ്ടി അവരോട് പറഞ്ഞിരുന്നു. കാര്യം അവർ ജ്ഞാനികളല്ല, അവർ തുടക്കക്കാരാണ്. തുടക്കക്കാരെ സംബന്ധിച്ച് വിഗ്രഹവും പ്രതിഷ്ഠ ആരാധന ആവശ്യമാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് അതിലേർപ്പെടത്തില്ല, അതിൽ വിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് യോഗികൾ ഒരിക്കലും അത് പ്രതിഷ്ഠിച്ച് ആചരിക്കത്തില്ല. ആ യോഗികൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി അവസാനം പ്രതിഷ്ഠിച്ച് പിന്നെ പ്രതിഷ്ഠ സ്റ്റോപ്പ് ചെയ്തു. എല്ലാ വിഗ്രഹങ്ങളും പ്രതിഷ്ഠിച്ചതിനു ശേഷം കണ്ണാടി പ്രതിഷ്ഠിച്ച് എന്താണ്? നീ വിഗ്രഹത്തെ കണ്ട് നീയാണ് ഇത് എന്ന് നീ തത്വത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ ശേഷം കണ്ണാടി പ്രതിഷ്ഠിച്ചപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നവൻ തന്നെയാണ് ദൈവം. നീ നിന്നെ തന്നെ കാണാൻ ശ്രമിക്കുക. നിന്റെ ഉള്ളിലാണ് ഞാൻ എന്നുള്ളൊരു തത്വം. അപ്പൊ അത് രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അവിടെ വിഗ്രഹമില്ല, അവിടെ കണ്ണാടി മാത്രമാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ആ തത്വത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രഥമമായ ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് ജന്മജന്മാന്തരങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തിയായി മരണത്തിലേക്ക് പോയി പുനർജനിക്കുന്നതിന് തന്റെ സനാതന ധർമ്മത്തിൽ ഉറച്ചു നിന്ന് ഈശ്വര ഭക്തിയോടുകൂടി ബ്രഹ്മത്തെ സാക്ഷി നിർത്തി ആഗ്രഹം വേഗം പൂവണിഞ്ഞ് വേഗം 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 പുനർജനിച്ച് ബ്രഹ്മത്തിലേക്ക് തിരികെ പോവാൻ തത്വത്തിൽ ആ തത്വത്തിൽ നിൽക്കാതൊരാൾക്കും പോകുവാനും കഴിയില്ല. അതിനു വേണ്ടിയുള്ളതാണ് ക്ഷേത്രം. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ക്ഷേത്രം ഉണ്ടായതിനെ കുറിച്ച് അങ്ങോട്ട് പറയാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.